ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പബ്ബുകൾ ആവശ്യമുണ്ട് കേരളത്തിന് ഇപ്പോൾ എന്നത് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച സൂചന നൽകി. ഇന്ന് എക്സൈസ് മന്ത്രിയും അത് ശരിവെക്കുന്നു, പ്രായോഗിക തലത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ നിലപാടെന്താണ്? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതായത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വരുന്ന വലിയ കുതിച്ചുചാട്ടം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം കേരളത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സോണാക്കി മാറ്റുക എന്നുള്ളതാണ്. ഭയങ്കരം തന്നെ. നിയമവിരുദ്ധമല്ലാത്ത ഏത് രീതിയും ഏത് സംവിധാനവും കേരളത്തിൽ വരുന്നതിന് നാം ആദ്യമേ തന്നെ പടിയടച്ച് പിണ്ടം വെച്ച് ആദ്യമേ അങ്ങ് മാറ്റി നിർത്തി അകറ്റി നിർത്തേണ്ട കാര്യമില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ശ്രീ എ റഹീം, ഈ നിയമവിരുദ്ധമല്ലാത്തതെന്തിനും അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അതെ അതെ. ഡിവൈഎഫ്ഐക്ക് മദ്യവിരുദ്ധ നിലപാടുണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്, അത് ഉപേക്ഷിച്ചോ? മദ്യവർജനത്തിൽ ഊന്നിയിരുന്നുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതിപ്പോഴും അത് തുടരുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പോരാട്ടം ഡിവൈഎഫ്ഐ എപ്പോഴും തുടരും. എന്തോ എങ്ങനെ മദ്യത്തിന്റെ പ്രസക്തിയുണ്ട്, മദ്യത്തിന്റെ ബാറുകൾ അനുവദിച്ചിട്ടുണ്ട്, ബാറുകളുണ്ട് എന്ന് പറഞ്ഞാല് അവിടെ പോകുന്നവർ അവിടെ പോകും, അവിടെ പോകാത്തവർ അവിടെ പോകാതിരിക്കും. എന്നിട്ട് മദ്യവർജനത്തിന് വേണ്ടിയുള്ള വലിയ ക്യാമ്പയിൻ തുടരും. സർക്കാർ അത് തുടരുന്നില്ലേ? സർക്കാരിന്റെ വലിയൊരു പ്രോഗ്രാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തല്ലോ മദ്യവർജനവുമായി ബന്ധപ്പെട്ട. മദ്യം വർജിക്കേണ്ടതാണ്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, സമൂഹത്തിൽ പൊതുവിൽ ഹാനികരമാണ്, അത് ഒഴിവാക്കേണ്ടതാണ്, അതൊരു ദുശീലമാണ് എന്ന ക്യാമ്പയിനും ഉയർത്തിക്കൊണ്ടുവരും. അതാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ നടത്താൻ കഴിയുന്നത്. അങ്ങനെയാണ് ലോകത്ത് അത്തരത്തിലുള്ള പോസിറ്റീവ് ക്യാമ്പയിനുകളാണ് എപ്പോഴും വിജയിച്ചതായി കണ്ടിട്ടുള്ളത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? നിയമം കൊണ്ട് നിരോധിച്ചിടത്ത് ഒരിടത്തും മദ്യം വിജയം കണ്ടിട്ടില്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നിയമം കൊണ്ട് നിരോധിക്കണമെന്ന് ആരെങ്കിലും ഈ ചർച്ചയിലോ ഇതിനു മുൻപോ ആവശ്യപ്പെട്ടതായും ഓർമ്മയില്ല റഹീം. പക്ഷെ താങ്കൾ പറഞ്ഞാൽ ഇത് വലിയ പാടല്ലേ? ഒരിടത്ത് നിങ്ങൾക്ക് മദ്യത്തിനെതിരെ ഈ പോരാട്ടം തുടരണം, മദ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നയിക്കണം, മദ്യവിരുദ്ധ ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതേസമയത്ത് സർക്കാർ ഇത്തരത്തിൽ മദ്യലഭ്യത കൂട്ടുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും വേണം. ഇത് കുറച്ച് പ്രയാസമുള്ള ഏർപ്പാടല്ലേ റഹീം? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. വളരെ പ്രായോഗികമായി ചിന്തിച്ചാൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ ഇക്കാര്യത്തിൽ ഈ പബ്ബുകളെ സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രധാനമായും കാണുന്ന ഒരു കാര്യം കേരളത്തിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, ആ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണിത്. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ എന്തിനാണ് നാം കൊട്ടിയടയ്ക്കുന്നത്? അതിൽ എന്ത് യാന്ത്രികതയാ, എന്ത് പ്രായോഗിക കൊട്ടിയടയ്ക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ റഹീം. നമുക്ക് ഈ ഇരട്ടത്താപ്പിന്റെ ആശയക്കുഴപ്പം ഒഴിവാക്കേണ്ടതല്ലേ എന്ന് മാത്രമാണ് നമ്മുടെ സംശയം. ഇത് മുന്നിലുള്ളത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയപ്പോൾ കിട്ടിയ ഒന്നാണ്. 2016 ഏപ്രിൽ 18 ഓർമ്മയുണ്ടാകുമല്ലോ. അദ്ദേഹം എവിടെ പോണു? 2016 മെയ് 18 അധികാരമേറ്റത്. മെയ് 18 16 ആണ് അധികാരമേറ്റത് എന്നാണ് ഓർമ്മ. കൃത്യം ഒരു മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞതാണ് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം. പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടാണോ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുന്നത്? UDFന്റെ മദ്യനയം തട്ടിപ്പാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഉള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഇങ്ങനെ അധികാരത്തിലേറുന്നതിന് ഒരു മാസം മുൻപ് ഇങ്ങനെ പറഞ്ഞ സംസ്ഥാനത്ത് മദ്യത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന, മദ്യലഭ്യത കൂടുന്നതിനെതിരെ വലിയ ഉത്കണ്ഠകളും വലിയ പ്രചാരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇതിൽ വലിയ പ്രശ്നമില്ല. ഇത് ടൂറിസത്തിന് വേണ്ടിയാണല്ലോ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ എന്നൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്?
ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നൊക്കെ പറയേണ്ടി വരുന്നതല്ല, അത് ഞങ്ങളുടെ നിലപാടായതുകൊണ്ടാണ്. ഡിവൈഎഫ്ഐ അംഗങ്ങൾക്ക് മദ്യപിക്കാമോ ശ്രീ റഹീം? ഡിവൈഎഫ്ഐ അംഗങ്ങൾ മദ്യപിക്കാറില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് പറയൂ. ഒഴിവാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഡിവൈഎഫ്ഐ അംഗങ്ങൾ മദ്യപിക്കാന്ന് വെച്ചാൽ ഞാൻ മദ്യപിക്കാറില്ല. ഡിവൈഎഫ്ഐ അംഗങ്ങൾ മദ്യപിക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. മദ്യപിക്കുന്ന ഡിവൈഎഫ്ഐ അംഗങ്ങളെ ഞങ്ങൾ വെച്ച് ഉറപ്പിക്കാറുമില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ അംഗങ്ങളായ സംഘടനയാണ് ഡിവൈഎഫ്ഐ അല്ലെ? ശരിയല്ലേ? 40 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഇതൊക്കെ എന്ത്? നിങ്ങളുടെ അംഗങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല. മദ്യപിച്ചാൽ നിങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. പിന്നെ കേരളത്തിൽ ശേഷിക്കുന്ന ഏത് യുവാക്കൾക്ക് വേണ്ടിയാണ് മദ്യലഭ്യത കൂടുതൽ ഉണ്ടാകണം എന്നും മദ്യം അങ്ങനെ ഉല്ലസിക്കണം എന്ന് തോന്നുന്നവർക്ക് കേന്ദ്രം ഉണ്ടാകണം എന്നും സർക്കാർ പറയുമ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത് ഏത് യുവാക്കൾക്ക് വേണ്ടിയാണ്? സർക്കാർ പറയുന്നത് കൊണ്ട് ന്യായീകരിക്കുന്നു എന്നൊന്നും നിങ്ങൾ പറയേക്കരുത്. അതല്ല ശരി. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാട് വിശദീകരിക്കാനാണ്. കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ പബ്ബുകൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നു. ഈ പബ്ബുകൾ വീര്യം കൂടിയ മദ്യം മാത്രം വിതരണം ചെയ്യുന്നതാണ് എന്ന് എന്തിനാണ് തെറ്റായ ഇത് പ്രചരണം നടത്തുന്നത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് തെറ്റാണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞു, ആളുകൾ മദ്യപിക്കുന്നത് മോശമാണെന്നോ, ആളുകൾ അങ്ങനെ മദ്യപിക്കുന്നത് ഈ കാലത്തും ഇക്കാലത്തും മോശമായ ഒരു പ്രവണതയാണെന്നോ പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ. പകരം ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് ജനങ്ങളുടെ തലയിൽ വെക്കുന്നതെന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യം. ഒരു കാര്യം, ഈ ഇരട്ടത്താപ്പെന്ന് പറയുന്ന പദം തന്നെ തെറ്റാണ്. ഒന്ന്, ജനാധിപത്യ മുന്നണി, ഞാൻ രണ്ടും പറയുകയാണ്. ഡിവൈഎഫ്ഐയുടെ നിലപാട് എപ്പോഴും മദ്യവർജനത്തിലൂന്നിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മദ്യ നിരോധനം അരുത് എന്ന നിലപാടാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഈ പറയുന്ന പബ്ബുകൾ വരുന്നു എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യം ഇങ്ങനെ വല്ലാതെ വിറ്റഴിക്കാനുള്ള ഇടങ്ങളായി എന്തിനാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത്? അത് തെറ്റ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. മദ്യത്തിന്റെ വീര്യമൊക്കെ ആര് ചർച്ച ചെയ്തു? നിങ്ങളുടെ അംഗങ്ങൾക്ക് മദ്യം കഴിക്കാൻ പാടില്ലെന്ന് താങ്കൾ പറഞ്ഞല്ലോ. വീര്യം കൂടിയ മദ്യം കഴിക്കാം, വീര്യം കുറഞ്ഞ മദ്യം കഴിക്കാം എന്നതിൽ വേർതിരിവുണ്ടോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ സംഘടനയ്ക്കൊരു നിലപാടുണ്ട്. നിങ്ങളുടെ സംഘടന ആ നിലപാടുമായി കേരളത്തിൽ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. മദ്യത്തിനെതിരാണ്, മദ്യം വിപത്താണ്, മദ്യം നാശമാണ് എന്ന് പറയുന്നവരാണ്. നിങ്ങളുടെ അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്ന് നിലപാടെടുക്കുന്നവരാണ്. മാധ്യമപ്രവർത്തകർ മദ്യപിക്കേണ്ടെന്ന് പറയാൻ ഞാൻ ആരാണ്? അല്ല, ഒരു മിനിറ്റ്. നിങ്ങളുടെ ചോദ്യത്തിന്റെ വല്ലാതൊരു ആഗ്രഹമായിരുന്നു. ആ കോണ്ടസ്റ്റിൽ വേണ്ടല്ലോ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അവിടെ പോകുന്നവർ പോട്ടെ, പോകരുത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. മാധ്യമങ്ങൾക്ക് പറയാം, ഡിവൈഎഫ്ഐക്ക് പറയാം, നമുക്കെല്ലാവർക്കും പറയാം. പക്ഷെ പോകുന്നവർ പോകുന്നു. പോകുന്നവർക്ക് അവരുടേതായ നല്ല സാഹചര്യത്തിൽ, മാന്യമായ സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള മദ്യം കൊടുക്കുന്നതിലും അത് ലഭ്യത ഉറപ്പുവരുത്തുന്നതിലും ഒരു തെറ്റുമല്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷം റഹീമിന്റെ വാദത്തിൽ ഒന്ന്, UDF-നെ പോലെയല്ല LDF മദ്യനിരോധനമോ മദ്യവർജനമോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ പരസ്യത്തിൽ മുൻ MP ചലച്ചിത്ര താരം ഇന്നസെന്റും അതുപോലെ തന്നെ KPSC ലളിതയും കൂടി നടത്തുന്ന ഒരു പരസ്യമുണ്ട്. രണ്ടുപേരും നിന്നിട്ടാണ് പരസ്യം. UDF-ന്റെ മദ്യവർജനം തട്ടിപ്പാണ്. ഞങ്ങൾ വന്നാൽ യഥാർത്ഥ മദ്യവർജനം ഈ രാജ്യത്ത് നടപ്പാക്കുന്ന പറഞ്ഞത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മദ്യവർജനം എന്ന് പറയുമ്പോൾ മദ്യത്തിന്റെ ലഭ്യത അതിലൊരു പ്രധാന ഘടകമാണ്. ഇഷ്ടംപോലെ മദ്യം ലഭ്യമാക്കി കൊടുത്തിട്ട് പിന്നെ മദ്യവർജനം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ടുവരാതെ ഒരു കാരണവശാലും മദ്യവർജനം നടപ്പാക്കാൻ പറ്റില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ശ്രീ ഷംസീർ സാർ ഇവിടെ സൂചിപ്പിച്ചു, ഈ ഗവൺമെന്റ് നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളും മദ്യ മുതലാളിമാരുടെ ബിസിനസ് സാമ്രാജ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. 100%
ഞാൻ യോജിക്കുന്നു. മദ്യപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മദ്യ മുതലാളിമാരുടെ താല്പര്യമാണ്. ആ മദ്യ മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു തുള്ളി മദ്യം പോലും അധികം സുലഭമാകാത്ത രീതിയിലുള്ള മദ്യനയമായിരിക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ഇത്ര വ്യാപകമായി 7 മാസം കൊണ്ട് 90 മദ്യഷാപ്പ് തുറന്ന് റെക്കോർഡ് ഭേദിച്ചവരാണ് ഇടതുമുന്നണിക്കാര്. ഈ മദ്യലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മദ്യത്തിന്റെ ഉപയോഗം ആ ചോദ്യമാണ് എന്റെ മുന്നിലുള്ള ചോദ്യം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിങ്ങൾ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം അതാണ്. മദ്യം വിപത്താണ് എന്ന് തന്നെയാണ് ഇടതുമുന്നണിയും കേരളത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് നേരിടുക റഹീം? നിങ്ങൾ എങ്ങനെയാണ് മദ്യലഭ്യത കുറയ്ക്കുക? അത് ഉത്തരം പറ. അത് ഈ പറയുന്ന പോലെ കൃത്യമായ അളവിലും ഗുണമേന്മയുള്ള മദ്യവും ആ പറയുന്ന ആംബിയൻസും അല്ലാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിൽപ്പെല്ലാം വാങ്ങി അടിച്ചിട്ട് പോകുന്നതാണോ ഈ പറയുന്നതാണോ? ഏതാണ് ആരോഗ്യത്തിന് കമ്പാരിറ്റീവ്ലി ആഘാതം കുറവും കൂടുതലും ഏൽപ്പിക്കുന്നത്? അദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഒരു മിനിറ്റ് ചോദ്യം മറക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതിന് മറുപടി പറയുമല്ലോ ശ്രീ റഹീം. ഞാൻ ഇതൊരു നടത്തു പോണ മാതിരില്ല. തീർച്ചയായിട്ടും അതിന്റെ മറുപടി പറയാണ്. മദ്യം ഏത് തോതിലാണെങ്കിലും ഏത് ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിലും തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലല്ല അദ്ദേഹം മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചത് നിപ്പിന് ഈ ബിവറേജ് കോർപ്പറേഷൻ സാധനം വാങ്ങിയിട്ട് എങ്ങനെ കഴിച്ചാലും കുഴപ്പമാണ് എന്നൊരു ഡോക്ടർ വ്യക്തമായി പറഞ്ഞിട്ടും ശ്രീ റഹീമിന് അത് ബോധ്യപ്പെടാത്തത് എന്താണ്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇവിടെ ഈ പറയുന്ന പബ്ബുകൾ വരാതെ തന്നെ ഐസ്ക്രീം പാർലറിനകത്ത് വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ കേരളത്തിലുണ്ടല്ലോ. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഐസ്ക്രീം പാർലറിലേക്ക് ക്ഷണിച്ചു വരുത്തി ഐസ്ക്രീം പാർലറിൽ വാണിഭ കേന്ദ്രമാക്കി മാറ്റിയ ചരിത്രമുള്ള നാടാണിത്. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ ഈ ധാർമ്മികതയുടെ കാര്യമൊന്നും കൂടുതൽ പറയരുത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അത്തരം വിഷയങ്ങളിലേക്ക് പോയാൽ പാർട്ടി ഓഫീസിനെ കുറിച്ച് പരാതി നൽകിയ താങ്കളുടെ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും ശ്രീ റഹീം. ദയവ് ചെയ്ത് നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നാൽ നമുക്ക് തന്നെ നല്ലതാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. റഹീം ഒരു മിനിറ്റ്, അതേ അവസരം ശംസുദ്ദീന് കൊടുക്കേണ്ടതുണ്ട്. എന്നെ കൊണ്ട് പറയിക്കണ്ട. രാജ്യത്ത് ഒരുപാട് പാർട്ടി ഓഫീസുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരും. സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ അടച്ചു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.